നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വലിയ ആക്രമണത്തിന് ഇസ്രയേൽ പദ്ധതിയിടുന്നുവെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭൂമിയാകുമോ എന്നാണ് ഇപ്പോൾ സംശയമുയർന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രയേൽ ആക്രമിക്കുമെന്ന വിവരമാണ് അവർക്ക് ലഭിച്ചതത്രേ. പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് CNN വാർത്ത നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രയേൽ ആക്രമണ പദ്ധതി ഒരുക്കുന്നുണ്ടത്രേ. അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇസ്രയേലിന്റെ നീക്കമെന്നതും എടുത്തു പറയണം. ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയ വേളയിൽ ഇറാനുമായി ആണവ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 4 തവണകളായി ചർച്ച നടന്നു കഴിഞ്ഞു. ഒമാനിലും യൂറോപ്പിലും വെച്ചായിരുന്നു ചർച്ചകൾ. ഇനിയും ചർച്ച നടക്കുമെന്ന സൂചനയുണ്ടെങ്കിലും തീയതിയോ സ്ഥലമോ വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്ക ഇറാനെതിരെ കൂടുതൽ ഉപരോധം ചുമത്തുമോ എന്ന ആശങ്കയും വിപണിയിലുണ്ട്. അമേരിക്കയുടെ ഈ നീക്കം എണ്ണവില ഉയർത്തിയേക്കും. ഇസ്രയേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ച്ചത്. അതിനൊപ്പം ഇസ്രയേൽ ഉദ്യോഗസ്ഥരുടെ സന്ദേശങ്ങൾ ചോർത്തിയതിൽ നിന്നും സമാനമായ വിവരം കിട്ടിയെന്നാണ് വാർത്തയിലുള്ളത്. ഇസ്രയേൽ സൈനികരുടെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാനെതിരായ ആക്രമണം ഉടനെ ഉണ്ടാകുമെന്നാണ്. ഇതും വാർത്തയിൽ പറയുന്നു. പശ്ചിമേഷ്യയിലെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യമാണ് ഇറാൻ. അമേരിക്കയുടെ ഉപരോധം കാരണം ഇറാന്റെ എണ്ണ വേണ്ടത്ര വിപണിയിൽ എത്താറില്ല. ചൈന പോലുള്ള സഖ്യരാജ്യങ്ങൾ മാത്രമാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. മറ്റു രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾ സാധ്യമാകണമെങ്കിൽ അമേരിക്കയുടെ ഉപരോധം നീങ്ങേണ്ടതുണ്ട്. ഇതിനുള്ള ചർച്ച നടന്നു വരവെയാണ് ഇസ്രയേൽ രഹസ്യ നീക്കം നടത്തുന്നത്. ഇറാൻ ഓരോ ദിവസവും 3.35 ദശലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത്രയും എണ്ണ വിപണിയിൽ നിന്ന് കുറഞ്ഞാൽ വില കുത്തനെ വർദ്ധിക്കും. ഇത് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കും. മാസങ്ങൾക്ക് മുൻപ് ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ട് കൊമ്പ് കോർത്തിരുന്നു. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയെ ഇറാനിൽ വെച്ച് ഇസ്രയേൽ ചാരന്മാർ കൊലപ്പെടുത്തിയതാണ് അന്ന് വിവാദമായത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചാൽ അതിന്റെ നിയമപരമായ ഉത്തരവാദിത്തം US-നായിരിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അറിയിച്ചത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചേക്കുമെന്ന രാജ്യാന്തര മാധ്യമത്തിന്റെ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാന് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസിന് അയച്ച കത്തിലും അബ്ബാസ് അറാഗ്ചി മുന്നറിയിപ്പ് നൽകി. ഭീഷണി തുടരുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും വസ്തുക്കളെയും സംരക്ഷിക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും അത്തരം നടപടികളെക്കുറിച്ച് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിക്ക് അറിയിപ്പ് നൽകുമെന്നും അറാഗ്ചി കൂട്ടിച്ചേർത്തു. അമേരിക്കയുമായുള്ള ഇറാന്റെ ആണവ കരാർ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉടൻ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുകയാണെന്ന സൂചനകളാണ് പുറത്തുവന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണികൾ ഉയർത്തുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിക്കായുള്ള US നിർദ്ദേശത്തിൽ വേഗത്തിൽ നീങ്ങേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സംഭവിക്കാൻ പോകുന്നുവെന്നും ട്രംപ് വിശദീകരിച്ചിരുന്നു. ഈ ഭീഷണിക്ക് പിന്നിൽ ഇസ്രയേലിന്റെ മനസ്സറിയാവുന്നതുകൊണ്ട് കൂടിയാണ് എന്നാണ് വിലയിരുത്തൽ. നേരത്തെ ട്രംപ് കള്ളം പറയുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖമനേയി പറഞ്ഞിരുന്നു. മധ്യപൂർവേഷ്യയിൽ സമാധാനം വേണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ഗൾഫ് മേഖലയിൽ നടത്തിയ പര്യടനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപ് കള്ളമാണ് പറയുന്നത്. ഗാസയിലെ കുട്ടികളുടെ തലയിൽ വീഴ്ത്താൻ ഇസ്രയേലിന് 10 ടൺ ബോംബാണ് US നൽകിയത്. തലസ്ഥാനമായ ടെഹ്റാനിലെ ഒരു കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഖമനേയി. ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ നിലപാട് കൂടുതൽ കടുപ്പിച്ചത്. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് ഉടനൊന്നും അയവുണ്ടാകില്ലെന്ന് വ്യക്തമായി. ആണവ പദ്ധതി വിഷയത്തിൽ US-ന്റെ നിലപാടുകളിൽ ഇറാൻ പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും മോശമായത് സംഭവിക്കുമെന്നും പറഞ്ഞിരുന്നു. മറുപടി പോലും അർഹിക്കാത്ത പരാമർശമെന്നായിരുന്നു ഇതിനോട് ഖമനേയിയുടെ മറുപടി. ഇത് ട്രംപിന് തന്നെയും അമേരിക്കൻ ജനതയുടെ നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിനെ അതിമാരകമായ ക്യാൻസറസ് ട്യൂമർ എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു. അത് പിഴുതെറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീഷണിപ്പെടുത്തൽ തുടർന്നുകൊണ്ടാണ് ട്രംപ് സമാധാനത്തെക്കുറിച്ച് പറയുന്നതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മറ്റൊരു പരിപാടിയിൽ പറഞ്ഞിരുന്നു. ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്? ഒരിക്കൽ സമാധാനത്തെക്കുറിച്ച് പറയും, പിന്നീട് ഭീഷണിപ്പെടുത്തും. US-മായുള്ള ആണവ ചർച്ചകൾ ഇറാൻ തുടരും. ഭീഷണികളെ ഭയക്കുന്നില്ല, ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. യുറേനിയം സമ്പുഷ്ടീകരണമെന്നതിനെ ഇറാൻ ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി X-ൽ എഴുതിയ കുറിപ്പിൽ പറഞ്ഞു. ഇതെല്ലാം സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തുമെന്നതിന്റെ സൂചനകളാണ്. ഇറാന്റെ ആണവ പദ്ധതിയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രയേലിനെ ട്രംപ് ചർച്ചകളിൽ നിന്നും ഒഴിവാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഈ സമയത്ത് സൈനിക ആക്രമണം നടത്തി അവരുടെ ആണവ താവളങ്ങൾ നശിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ കരുതുന്നത്. 2024-ൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ വ്യോമ പ്രതിരോധത്തിലെ വിടവുകൾ വെളിവാക്കിയിരുന്നു. 2025-ൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നത്. ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് സീറോ എൻറിച്ച്മെന്റ് ആണ്.
അതായത് ഇറാൻ യുറേനിയം ഒട്ടും സമ്പുഷ്ടീകരിക്കരുത്. ഇത് ഇറാൻ അംഗീകരിക്കില്ല. ട്രംപിന്റെ സന്ദർശനത്തിൽ സൗദി അറേബ്യയ്ക്കും തുർക്കിക്കും ഖത്തറിന് മുൻഗണന കൊടുക്കുകയും സിറിയയ്ക്ക് മേലുള്ള ഉപരോധം നീക്കുകയും ചെയ്തത് അമേരിക്ക ഇസ്രായേൽ ബന്ധങ്ങളെ ഉലച്ചതായും വിലയിരുത്തുന്നുണ്ട്. പരിമിതമായ തോതിൽ സമ്പുഷ്ടീകരണം നടത്താൻ ഇറാനെ അനുവദിക്കുന്ന കരാർ അമേരിക്കയുമായി ഉണ്ടായാൽ അത് ഇസ്രായേലിനെ ഏകപക്ഷീയമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചേക്കുമെന്നും വിലയിരുത്തലുണ്ട്. ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയ വേളയിൽ ഇറാനുമായി ആണവ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 4 തവണകളായി ചർച്ച നടന്നു കഴിഞ്ഞു. ഒമാനിലും യൂറോപ്പിലും വച്ചായിരുന്നു ചർച്ചകൾ. ഇനിയും ചർച്ച നടക്കുമെന്ന സൂചന ഉണ്ടെങ്കിലും തീയതിയോ സ്ഥലമോ വ്യക്തമാക്കിയിട്ടില്ല. ഇതിനിടെയാണ് ഇസ്രയേലിന്റെ ആക്രമണ പദ്ധതി CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് അത്രേ. അതിനോടൊപ്പം ഇസ്രയേൽ ഉദ്യോഗസ്ഥരുടെ സന്ദേശത്തിൽ ചോർത്തിയതിൽ നിന്നും സമാനമായ വിവരം കിട്ടിയെന്നത് വാർത്തയിലുണ്ട്. ഇസ്രയേൽ സൈനികരുടെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാനെതിരായ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണെന്നും വാർത്തയിൽ പറയുന്നു. പശ്ചിമേഷ്യയിലെ പ്രധാന എണ്ണ ഉൽപാദക രാജ്യമാണ് ഇറാൻ. അമേരിക്കയുടെ ഉപരോധം കാരണം ഇറാന്റെ എണ്ണ വേണ്ടത്ര വിപണിയിൽ എത്താറില്ല. ചൈന പോലുള്ള സഖ്യരാജ്യങ്ങൾ മാത്രമാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത്. മറ്റു രാജ്യങ്ങളുമായി ഇടപാടുകൾ സാധ്യമാകണമെങ്കിൽ അമേരിക്കയുടെ ഉപരോധം നീങ്ങേണ്ടതുണ്ട്. ഇതിനുള്ള ചർച്ച നടന്നു വരവെയാണ് ഇസ്രയേൽ രഹസ്യ നീക്കം നടത്തുന്നത്. ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ തള്ളിയിരുന്നു. ഇറാനെ യുറേനിയം സമ്പുഷ്ടമാക്കാൻ അനുവദിക്കില്ല എന്നതുപോലുള്ള അമേരിക്കയുടെ പ്രസ്താവനകൾ അസംബന്ധമാണെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി വ്യക്തമാക്കി. ആണവ വിഷയത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഖമനേയുടെ പ്രസ്താവന. അതേസമയം ചർച്ചകൾ ഫലം കാണുമോ എന്ന് തനിക്കറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4 റൗണ്ട് ചർച്ചകൾ ഇതിനകം തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ പൂർത്തിയായി കഴിഞ്ഞു. ഒമാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത്. 5ാം റൗണ്ട് ചർച്ചയ്ക്കായി ഇറാനിലെയും അമേരിക്കയിലെയും ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച ഇറ്റലിയിലെ റോമിലെത്തും. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ഖുസൈദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് 5ാം റൗണ്ട് ചർച്ച. ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രസ്താവന കൂടി വന്നതോടെ ചർച്ചകളിൽ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നു. ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി കുറയ്ക്കുകയല്ല, യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തുകയാണ് വേണ്ടതെന്ന് US വ്യക്തമാക്കുന്നത്. എന്നാൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിന് തന്റെ രാജ്യത്തിന് അമേരിക്കയുടെ അനുമതി ആവശ്യമില്ലെന്നാണ് ഖമനേയി പറയുന്നത്. ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങളുടെ അവകാശമാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ സൈനിക നടപടിയുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ പലതവണ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നാണ് ഇറാൻ നിലപാട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.